ഒരു അതിഥിയെ വിളിച്ചിട്ട് അത് ആപത്തായി മാറുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ പുറത്തുവന്ന സർക്കാർ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ബ്ലോഗർമാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് ജ്യോതി മൽഹോത്ര എന്നത് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ആ സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കാമെന്ന്. ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചത് സംസ്ഥാന ടൂറിസം വകുപ്പാണ്. വിനോദസഞ്ചാര പ്രൊമോഷന് വേണ്ടിയാണ് അവരെ ക്ഷണിച്ചു വരുത്തിയത്. സംസ്ഥാന ടൂറിസം വകുപ്പ് ജ്യോതി മൽഹോത്ര അടക്കം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്കൊക്കെ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. താമസവും ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി നൽകുന്നു. ഒപ്പം തന്നെ ഇതിന് കൃത്യമായ വേതനം കൂടി, ഒരു ശമ്പള വ്യവസ്ഥയിൽ തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കേരള ടൂറിസം വകുപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല എത്തിയത് 41 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസം പ്രൊമോഷന് വേണ്ടി അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാണ് മന്ത്രിയും വിശദീകരിച്ചത്. ഈ 41 പേരെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇനിയും ഇത്തരം അപകടകരമായ സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ സർക്കാർ വിശദീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുമോ ഇത്തരം ആളുകളെ ക്ഷണിക്കുമ്പോൾ എന്നതാണ്. അതായത് കഴിഞ്ഞ ജനുവരി 15 മുതൽ 21 വരെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്, ജ്യോതി മൽഹോത്ര അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ തുടർന്നിരുന്നത്. കേരള സർക്കാർ അവർക്ക് മൂന്നാർ കാണാനും തിരുവനന്തപുരം കാണാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകി. പക്ഷെ അത് നമ്മുടെ ടൂറിസം സാധ്യതകളെ കൂടുതൽ, ഇപ്പോൾ നമുക്കറിയാം, പ്രേക്ഷകരും ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ F-35 എന്ന യുദ്ധവിമാനം ഇവിടെ കിടക്കുന്നതിനെ പോലും നമ്മൾ ഒരു ടോളറന്റ് രസത്തോടുകൂടി നമ്മുടെ ടൂറിസം സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാസ്തവമാണ്. പക്ഷേ മന്ത്രി റിയാസ് സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു തെറ്റായ ആളുകളെ അറിഞ്ഞുകൊണ്ട് എന്തായാലും ഒരു സർക്കാർ സംവിധാനം വിളിച്ചു വരുത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയെ, ഇമേജിനെ ഒക്കെ തകർക്കുന്ന നിലയിലുള്ള ആളുകൾ നമ്മുടെ പ്രൊമോഷനുമായി രംഗത്തിറങ്ങിയാൽ അത് നമുക്ക് തന്നെയാണ് വലിയ വിനയായി തീരുന്നത് എന്നതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായി മാറുന്നത്. ചേരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. ജ്യോതി ഉൾപ്പെടെ 41 പേരാണ് ടൂറിസം വകുപ്പിന്റെ സാമൂഹ്യ മാധ്യമ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തിയത്, വീഡിയോ ചിത്രീകരിച്ചത്. എന്നാൽ ഇതിൽ ഉയരുന്ന സുപ്രധാനമായ ഈ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും സർക്കാർ മറുപടി പറഞ്ഞു പോകേണ്ടി വരും. വിനോദസഞ്ചാര വകുപ്പും മറുപടി പറഞ്ഞു പോകേണ്ടി വരും. ഇത്തരം ബ്ലോഗർമാരെ തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏത് നിലയ്ക്കാണ് അവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഇത് കേരളത്തിന്റെ മുഖമായി, നമ്മുടെ ഒരു അംബാസഡർ എന്ന കണക്കിൽ തന്നെയാണ് സത്യത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ചുമതല വഹിക്കുമ്പോൾ പെരുമാറുന്നത്. എങ്ങനെ അവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു? സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറുകളും മാത്രം നോക്കിയാണ്. നമുക്കറിയാം 1 മില്യൺ, 2 മില്യൺ, 3 മില്യൺ, അങ്ങനെ മില്യൺ കണക്കാണ് പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോയുടെ വ്യൂവും അല്ലെങ്കിൽ ഷെയറും ഒക്കെ. അത് മാത്രം കണക്കിലെടുത്താണ് വ്ളോഗർമാരെ തിരഞ്ഞെടുക്കുന്നത്. വ്ളോഗർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏജൻസികൾക്ക് മാത്രമാണോ? പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് രീതിയിൽ ഇനി എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുക? കൊച്ചിയിൽ നിന്ന് എസ് രാഗിൻ വിവരങ്ങളുമായിട്ട്, ഒപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബൻ കൂടി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം രാഗിനിലേക്ക് പോകാൻ. രാഗിൻ, ഇന്നലെ വളരെ പ്രധാനപ്പെട്ട വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് രാഗിൻ മാതൃഭൂമി ന്യൂസിലൂടെ വാർത്ത ചെയ്തത്. വ്ളോഗർമാർ 41 പേർ കേരളത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ അതിഥികളായി എത്തിയിരിക്കുന്നു. മാത്രമല്ല ഇവരുടെ താമസം ഉൾപ്പെടെ ചിലവ്, ഇവർക്കുള്ള ശമ്പളമൊക്കെ നൽകിയിരിക്കുന്നു. ഇവരെ തിരഞ്ഞെടുത്തത് ആരാണ് എന്നത് വ്യക്തമാകുന്നുണ്ടോ? ഇവരെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ട് എന്നത് ഈ വിവരാവകാശ ചോദ്യത്തിന്റെ ഭാഗമായി സർക്കാർ നൽകുന്ന ഉത്തരത്തിലുണ്ടോ? ഉത്തരത്തിലുണ്ട്. അതായത് ഇവരെ തെരഞ്ഞെടുക്കുന്നത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്ന് വിവരാവകാശ രേഖ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത്, ഒന്ന്, ഈ ഇവരുടെ ചാനലിലുള്ള ഓഡിയൻസ് റീച്ച്, അതോടൊപ്പം തന്നെ ഇവരുടെ കണ്ടന്റ് ക്വാളിറ്റിക്കൊപ്പം തന്നെ ഇവരുടെ സ്റ്റോറി സ്കിൽ, അത് പറയാനുള്ള എബിലിറ്റി, കൂടാതെ വെറൈറ്റി കണ്ടന്റ്, ഇത്തരം ചില ഓഡിയൻസ് എൻഗേജ്മെന്റ്, ഇത്തരം ചില കാര്യങ്ങളാണ് നോക്കുന്നത്. അത് പ്രൊഫഷണൽ സ്കില്ലാണ് പ്രധാനമായും നമ്മളത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ബഡ്ജറ്റും, ഇവരുടെ ബഡ്ജറ്റും കൂടി പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ലക്ഷ്യങ്ങളോട് സഹകരിച്ചു പോകുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് അതിൽ പറയുന്നത്. ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ടൂറിസം പ്രൊമോഷത്തിന്റെ ഭാഗമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കാറുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതിൽ അത്ര കണ്ട് തെറ്റൊന്നുമില്ല. കാരണം അത് ഖണ്ഡിക്കേണ്ട ആവശ്യമില്ല. പുതിയ കാലഘട്ടത്തിൽ അത്തരം ഒരുപാട് സാധ്യതകൾ പരിശോധിക്കാറുണ്ട്, പലരും പരിഗണിക്കാറുണ്ട്, ചെയ്യാറുണ്ടൊക്കെയുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സ് വന്നാൽ അവരെ എങ്ങനെ തടയും? അത്തരം ഷെയ്ഡി ക്യാരക്ടേഴ്സ് അതിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് തന്നെ വിനയായി തീരില്ലേ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ സാധാരണ ഒരു ജോലി കിട്ടാൻ പോലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ ഒരു അംബാസഡർ, അങ്ങനെ രേഖയിൽ സർക്കാരിന് അതിഥിയല്ല എന്നൊക്കെ പറയുമ്പോഴും സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ ചെലവെടുത്ത് കൊണ്ടുവരുന്നു, അതിന് പൈസ കൊടുക്കുന്നു അവരുടെ ജോലിക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ്, അവർ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്.
പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പിന്നീട് ഏതെങ്കിലും കേസിൽ കുടുങ്ങിയാൽ, അത് ഈ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതര സ്വഭാവമുള്ള കേസാണ്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന് പറയുന്ന കേസാണ്. മാത്രമല്ല ഇവരുടെ ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 500-നടുത്ത് വീഡിയോ ഉണ്ട്. അതിൽ ഏറെക്കുറെയും പാകിസ്ഥാനുമായി കേസ് രാജ്യദ്രോഹമാണ്. അത്രയും സങ്കീർണമായ ഗുരുതരമായ കുറ്റത്തിൽ അകപ്പെട്ട ആൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ എന്നത് നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും അത് നമ്മളെ കൂടി നാണം കെടുത്തുന്ന ഒരു വിഷയമാണ്. ഈ ചോദ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എന്തൊക്കെയാണ് ഈ ട്രാവൽ വിത്ത് ജോ അടക്കം ഉള്ള ഇത്തരം യൂട്യൂബ് പേജുകൾ? ഇപ്പോൾ ജ്യോതി മൽഹോത്രയായിട്ട് മറ്റു പലരുമുണ്ട്. ഇനി അവരുടെയൊക്കെ ഏതെങ്കിലും ഇതുപോലെ വിവാദങ്ങൾ വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവരുടെ പേരുകൾ പുറത്തു വരിക. എന്താണ് ഇവരെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം എന്നതാണ് ഈ നിമിഷം ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനെ സംസ്ഥാനത്തിന്റെ പ്രചാരണത്തിനായി തിരഞ്ഞെടുക്കുന്നത്? യൂട്യൂബിലെ റീച്ച് മാത്രമാണോ, ലൈക്ക് മാത്രമാണോ ഇതിനുള്ള മാനദണ്ഡം? അങ്ങനെ യൂട്യൂബിലെ റീച്ചും ലൈക്കും നോക്കുകയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സ്ഥിതിയുണ്ട്. ഇവരുടെയൊക്കെ പശ്ചാത്തലം പരിശോധിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. എന്നാലും ഈ വിഷയങ്ങൾ സജീവമാകുമ്പോൾ ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട്. കാരണം വളരെ സജീവമായ പരിശോധനകളൊക്കെ നടക്കുന്ന ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെയായിരുന്നു. അർജുൻ, ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ ഈ സംഭവങ്ങൾക്ക് ശേഷം പിടികൂടുന്നു. ഏറെ കാലങ്ങളായി അവർ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലേക്കൊക്കെ ഇവരുടെ ഈ യാത്രാവേളയിൽ ആ സമയത്തും ഇവർ നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു ശ്രദ്ധയിലുണ്ടോ? ഇവരടക്കം ഇപ്പോൾ 41 പേർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ടൂറിസം പ്രൊമോഷനായി. അതിൽ മറ്റാരെങ്കിലും ഒക്കെ വേറെ എന്തെങ്കിലും ക്രൈമുകളുടെ ഒക്കെ പങ്കാളികളാണോ എന്ന് പോലും നമുക്കറിയില്ല. സുരക്ഷാ ക്ലിയറൻസ് വേണോ? സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സുരക്ഷാ ക്ലിയറൻസ് യഥാർത്ഥത്തിൽ ആവശ്യമായ ഒന്നാണോ ഇത്തരം ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ? ജ്യോതി മൽഹോത്ര ഒരുപാട് കാലമായി നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോൻ്റെയും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും എല്ലാം തന്നെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യം പറയേണ്ടി വരും. കാരണം 2023-ലൊക്കെയാണ് അവർ ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. പിന്നാലെ അവരുടെ ചൈന സന്ദർശനം. ആ സമയം മുതൽ തന്നെ നമ്മുടെ ഈ സ്പൈ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ ജ്യോതി മൽഹോത്രയുണ്ട്. കാരണം അവർ പാകിസ്ഥാനിൽ പോകുന്നതിനൊപ്പം തന്നെ അവർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു സൽപ്പേര് ഇന്ത്യയിൽ ഉണ്ടാക്കി നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അതായത് പാകിസ്ഥാനിലെ ടൂറിസത്തെ പ്രൊമോഷൻ ചെയ്യുക. അത് ഇന്ത്യക്കാർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമാണ്, ഇന്ത്യക്കാരെ അവിടെ വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ചും അവർ ഇസ്ലാമാബാദിലും ലാഹോറിലും അടക്കം പോയി അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അവർ എടുത്ത് പലകുറി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്: ഇങ്ങോട്ട് വരണം, ഇവിടെയുള്ള ടൂറിസം പച്ച പിടിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള ടൂറിസം അത് വളരെ നല്ലൊരു കാര്യമാണ്, ഇന്ത്യക്കാരായാലും മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതൊക്കെയാണ് അവരുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോകളുടെയും എല്ലാം നിരീക്ഷണ വലയത്തിൽ ശ്രദ്ധയിലുള്ള ഒരാൾ തന്നെയാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത്. പിന്നീട് ഈ പേൽഗാമുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അവർ അന്വേഷണം ശക്തമാക്കുന്നു, നിരീക്ഷണം ശക്തമാക്കുന്നു. ഇവർക്ക് ഈ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് പുറത്തു വരുന്നു. മാത്രമല്ല ഈ പാകിസ്ഥാൻ എംബസിയിൽ തന്നെ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ തന്നെ ഇവർ നിരവധി വന്നത്, പല പാർട്ടികളിൽ പങ്കെടുത്ത് അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇപ്പോഴും പാകിസ്ഥാനിലേക്ക് നമ്മൾ ആരെങ്കിലും ഒരാൾ ഏത് ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കും എന്തിന് നമ്മൾ അല്ലെങ്കിൽ യാത്രാപരമായി നമ്മൾ അങ്ങോട്ടേക്ക് പോയാലും സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ ഏജൻസികളുടെ കൃത്യമായ ശ്രദ്ധ അവരിലുണ്ടാകും. നമുക്കറിയാം, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് അവരെന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, അവരുടെ യാത്ര തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധയിലുണ്ടാകും. പക്ഷേ അതിനിടയിൽ ഇത്തരം നീക്കങ്ങളുമായി അല്ലെങ്കിൽ ടൂറിസം പ്രൊമോഷനൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണിൽ തന്നെയായിരുന്നു ഇവർ.